ഇങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നപ്പോഴും പിന്നീട് ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ അളവ് കുറഞ്ഞെങ്കിലും നമുക്ക് ഓരോരുത്തരുടെയും വീട്ടിൽ പോലും അത് നമുക്ക് ശ്രദ്ധേയമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതേസമയം പിന്നീട് അത് പിന്നെയും പഴയ പോലെ തന്നെ വന്നു. അപ്പോൾ ഈ പഞ്ചായത്തിൽ മരട് ഗ്രാമപഞ്ചായത്ത് എന്താണ് അതിന് മോണിറ്ററിംഗ് സംവിധാനം എന്നാണ്? സ്ഥിരമായ മോണിറ്ററിംഗ് സംവിധാനം. ഞാൻ രാവിലെ ഒരു ജോലിക്ക് പോകുന്ന ആളാണ്. അത് മിക്കവാറും സൈക്കിളിലായിരിക്കും, തിരക്കുണ്ടെങ്കിൽ മാത്രമേ സ്കൂട്ടറിന് പോകുള്ളൂ. ആ സമയത്ത് ഒരു ഫ്ലെക്സ് ബോർഡോ മറ്റെന്തെങ്കിലും ഈ പഞ്ചായത്ത് നിരോധിക്കപ്പെട്ടൊരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെയും കൂടി വിളിച്ചേട്ടാ നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കാമെന്ന് പറയും. അഴിച്ചെടുത്ത് നേരത്തെ ഓട്ടോറിക്ഷ വിളിച്ച് അത് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടിടും. അന്വേഷിച്ച ആൾ വരികയാണെങ്കിൽ ഓട്ടോറിക്ഷക്ക് വേണ്ടി മുടക്കിയ പൈസയും കൂടി വാങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം ഈ പഞ്ചായത്തിന് വെളിയിൽ വളരെ വ്യക്തമായിട്ട് പറയും. ഞങ്ങളുടെ അതിർത്തി അവസാനിക്കുന്ന കൊച്ചിൻ കോർപ്പറേഷനാണ്, ഞങ്ങളുടെ അതിർത്തി അവസാനിക്കുന്നത് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയാണ്, ഞങ്ങളുടെ അതിർത്തി അവസാനിക്കുന്ന മറ്റൊരു പഞ്ചായത്താണ്. നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി വേണേൽ വെക്കാം, പക്ഷെ ഇവിടെ വെക്കാൻ പറ്റില്ല. ഇപ്പോൾ മേഡത്തിന് ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും ഉണ്ടാവില്ല. ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ ഹൈടെക് സിറ്റി കൊണ്ടൊക്കെ എന്ത് പ്രയോജനമുണ്ട്? അവിടെ കണ്ടൽ കാർഡുകളുടെ കാര്യം ഡോക്ടർ കണ്ണൻ പറഞ്ഞു, രാധാകൃഷ്ണൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കണ്ടൽ കാർഡുകളുടെ സമൂഹമാണ് അവിടെയുള്ളത്. അത് നശിപ്പിക്കപ്പെടും ഈ ഹൈടെക് സിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ. അതിനെക്കുറിച്ച് പഞ്ചായത്ത് ഗൗരവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കിയുള്ള എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ സ്ഥാപനങ്ങളൊക്കെ വന്ന് ഈ ശതകോടി കണക്കിന് രൂപയുടെ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് ഈ പാവങ്ങളെ വിഴുകയില്ലേ എന്നുള്ളൊരു ഭീതിയാണ് ഇപ്പോൾ ഉള്ളത്. 44 പട്ടികജാതി കുടുംബങ്ങളാണ് ഈ വളന്തഹാട് പട്ടികജാതിയല്ല പറഞ്ഞത്, അല്ല അവിടെ ഉള്ളത്. ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് പാവപ്പെട്ട ഏറ്റവും ദുർബല വിഭാഗങ്ങളുടെ കാര്യമാണ്. ഈ വളന്തകാടിൽ നമുക്കുള്ള കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടൽക്കാട് ഒരു കാരണവശാലും നശിപ്പിക്കാതെ വേണം ഈ പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള 19 ഏക്കർ ഭൂമിയിൽ എൻ്റെ പ്രിയപ്പെട്ട മേഡം ചോദിച്ച നമ്മുടെ ഔഷധ തോട്ടം ഉണ്ടാക്കുന്നതിന് പഞ്ചായത്തിന് അനുവാദം തന്നെ ഒന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഈ വളന്തകാടിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. കാര്യം കൂടി, ഒരു ബസ് സർവീസ് നടത്തുക എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അല്ല നമ്മുടെ മലയാളത്തിൽ സിനിമ വന്നു, മോഹൻലാൽ നായകനായിട്ട് വരവേൽപ്പ് എന്നാണ് സിനിമയുടെ പേര്. ഒരു പ്രവാസി ഒരുത്തൻ നാട്ടിൽ വന്നിട്ട് നാട് നന്നാക്കാൻ ഒരു ബസ് സർവീസ് തുടങ്ങുന്നു. അയാൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ആ കഥയുടെ പ്രമേയം. അത് കണ്ടിട്ടുണ്ടോ? ദേവസ്വം മാഷ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത് എൻ്റെ അത്ഭുതം. കൈക്കൂലി കൊടുക്കുക ഒന്ന്, അത് RTOയ്ക്ക് വെഹിക്കിളിന് ഇവനെല്ലാം കൊടുക്കണം. പിന്നെ രണ്ടാമത് അതിൻ്റെ ചിലവുകൾ മിനിമം വേജ് കൊടുക്കണം. പിന്നെ ഇന്ധനത്തിൻ്റെ ചിലവ്, സ്പെയർ പാർട്സ്, എങ്ങനെ ഈ ബസ് സർവീസ് കൊണ്ടുപോകുന്നു? സാറേ, ഞങ്ങൾ ബസ് മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഓട്ടോറിക്ഷയുടെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കുടുംബശ്രീ സഹോദരിമാർ നടത്തുന്ന 5 ഹോട്ടലുണ്ട്. മരട് ഗ്രാമപഞ്ചായത്തിന്റെ ജഡ്ജ്മെന്റിന്റെ സമയം കഴിഞ്ഞു. ഇനി മരട് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന മാർക്സ് എത്രയാണെന്ന് നോക്കാം. കണ്ണൻ സാറിലേക്ക്. കണ്ണൻ സാർ, പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വീറോടെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് എന്നോട് പറയാൻ പറ്റില്ല. 15 മാർക്കിൽ 11. 15-ൽ 11. 10-ൽ 7.5. 10-ൽ 7.5. 10-ൽ 7. മരട് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന ആകെ മാർക്ക് 44 ഔട്ട് ഓഫ് 60. 60-ൽ 44 മാർക്ക്. നിങ്ങൾക്കും തീർച്ചയായും ഇവരെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: GAE സ്പേസ് MRD സ്പേസ് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. സുസ്ഥിര വികസനത്തിന്റെ പുതിയ സമവാക്യങ്ങളുമായി ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദിയിലേക്ക്
കോട്ടയം ജില്ലയിലെ കൊഴുവനാൽ പഞ്ചായത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം കൊഴുവനാൽ പഞ്ചായത്തിനെ. പഞ്ചായത്തിന്റെ പ്രതിനിധിയായി പ്രസിഡന്റ് ശ്രീ ജോസ് മോൻ മുണ്ടക്കൽ, ശ്രീ ഗോപിനാഥൻ നായർ, ശ്രീ എൻ അരുൺകുമാർ, ശ്രീ ജോസി ജോസഫ്, ശ്രീമതി ലിസിയാമ്മ ചാക്കോ. പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, കൊഴുവനാൽ പഞ്ചായത്തിനെ നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാം? നാനാജാതി മതസ്ഥരായ ആളുകൾ അധിവസിക്കുന്ന മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കോട്ടയം ജില്ലയിലെ പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത്. നിരവധി കുന്നുകളും താഴ്വരകളും അടങ്ങുന്ന ഒരു കാർഷിക ഗ്രാമമാണ് കൊഴുവനാൽ പഞ്ചായത്ത്. ഇനി കൊഴുവനാട് എന്ന കാർഷിക ഗ്രാമത്തിലൂടെ. കോട്ടയം ജില്ലയിലെ ലാലം ബ്ലോക്കിൽ ഉൾപ്പെട്ടതാണ് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത്. 21 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 15,000 ജനസംഖ്യയുമുള്ള ഈ പഞ്ചായത്ത് സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു കാർഷിക ഗ്രാമമാണ്. എല്ലാ വർഷവും അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് പഞ്ചായത്ത് ജനകീയ കലണ്ടർ പുറത്തിറക്കി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ക്ലീൻ കൊഴുവനാൽ പദ്ധതിയുടെ ഭാഗമായി 2 മാസത്തിലൊരിക്കൽ മുഴുവൻ വീടുകളും സന്ദർശിച്ച് മികച്ച ശുചിത്വമുള്ള വീടുകൾ തെരഞ്ഞെടുക്കുകയും ശുചിത്വ ഭവന അവാർഡുകൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. ഈ സമ്പൂർണ്ണ ശുചിത്വ ഭവനത്തിനുള്ള അവാർഡ് കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? അത് പൊതുവെ നമ്മുടെ ഈ പ്രദേശങ്ങളിലും പഞ്ചായത്തിലും ഇങ്ങനെ ഇനി മുന്നോട്ടാണെങ്കിലും ഇതുപോലെ ശുചിത്വമായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എല്ലാവർക്കും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നി. ക്രൈറ്റീരിയ നമ്മുടെ വീടിന്റെ പരിസരങ്ങള്, അതുപോലെ തന്നെ വീടിനകത്ത് അങ്ങനെ ചുറ്റുവട്ടങ്ങള്, അതെല്ലാം എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഒരു മാസാമാസങ്ങളിൽ ഒന്ന് ഇവരുടെ വോളണ്ടിയേഴ്സ് വന്ന് ചെക്ക് ചെയ്തുകൊണ്ട് പോകാറുണ്ടായിരുന്നു. അന്നൊന്നും നമുക്കിത് അറിയത്തില്ല, ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇവർ മാർക്കിടുന്നുണ്ടെന്നോ ഇങ്ങനെ അവാർഡുണ്ടെന്നോ നമ്മളൊന്നും അറിഞ്ഞില്ല. ഇതെല്ലാം ഒടുവിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയപ്പോഴാണ് ഇങ്ങനെ 1ാം വാർഡ് എന്റെ വീട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു. അതിന് ചെല്ലണമെന്നും പറഞ്ഞ് ചെന്ന് അത് മേടിച്ചു. നമ്മുടെ ഈ പഴയ സിനിമകളിലെ നോവലുകളിലൊക്കെ 8 കെട്ട് 4 കെട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു 8 കെട്ട് ഈ പഞ്ചായത്തിലുണ്ട്. അതാണ് നമ്മളിപ്പോ കാണുന്നത്. പഴമ എന്റെ ഓർമ്മയിൽ ഒരു 10-200 വർഷം അമ്മയൊക്കെ പറഞ്ഞു കിട്ടിയിരിക്കുന്നു. എനിക്ക് കൃത്യം അറിയത്തില്ല. കൊഴുവനാടിന്റെ വികസന മാതൃക എന്താണ് സർ? ഈ പഞ്ചായത്ത് പ്രദേശത്തെ വാസയോഗ്യമായ വീടുകളില്ലാതെ കുടിലുകളിലും കൂരകളിലും പുറമ്പോക്കുകളിലും കടത്തിണ്ണകളിലും കിടന്നുറങ്ങിയിരുന്ന 100 കണക്കിന് കുടുംബങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. പഞ്ചായത്ത് നടപ്പിലാക്കിയ സമ്പൂർണ്ണ ഭവന പദ്ധതിയിലൂടെ ഭവനരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകി കേരളത്തിലെ ആദ്യത്തെ കുടിൽ രഹിത പഞ്ചായത്തായി മാറുവാൻ ഈ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളില്ലാതിരുന്ന ജനവിഭാഗങ്ങളിൽ 3/1 ആളുകളും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളില്ലാത്ത ഒരു പ്രദേശമായിരുന്നു കൊഴുവനാൽ. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളില്ലാതിരുന്ന മുഴുവൻ കുടുംബങ്ങളിലും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും കേരളത്തിലെ ആദ്യത്തെ ടോട്ടൽ സാനിറ്റേഷൻ കൈവരിച്ച ഗ്രാമപഞ്ചായത്തായി മാറുവാനും 2005 നിർമ്മൽ പുരസ്കാരം നേടുവാനും കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് ഹൗസ് കണക്ഷനോടുകൂടെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു. എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് പ്രകാശധാര പദ്ധതിയിലൂടെ വൈദ്യുതി എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഈ വർഷം നടപ്പിലാക്കിയ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയാണ് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു നല്ല പ്രോജക്റ്റായിട്ട് ഞങ്ങൾക്ക് അവതരിപ്പിക്കുവാനുള്ളത്. ഇവരുടെ വികസന കാഴ്ചകളിലൂടെ കോട്ടയം ജില്ലയിലെ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന വികസന പദ്ധതികളിലൊന്നാണ് പാലിയേറ്റീവ് കെയർ പ്രൊജക്ട്. വാർദ്ധക്യത്താലും രോഗത്താലും കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. എന്നാൽ ഇവർക്ക് ഒരു സഹായം നൽകാനോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ നമ്മളെ പോലുള്ളവർക്ക് കഴിയാറില്ല, അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് സമയം കിട്ടാറില്ല.
ഇതിനെല്ലാം പരിഹാരമായി, ഇതിനെല്ലാം ഒരു മാതൃകയായി കോട്ടയം